ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മളൊരു സൺഫ്ലവർ ഫീൽഡിൽ പോവാട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ അർജുനും നന്ദിയുണ്ട്. അർജുൻ സന്തോഷ്, നന്ദ പൂപ്പു, ഇതെല്ലാം അർജുൻ സന്തോഷിന്റെ പണിയായുധങ്ങളാണ്. ഇല്ല, ഞാൻ അതൊക്കെ എടുക്കും. ഇത് നല്ല സണ്ണി ഡേ ആണ്. കരിഞ്ഞു പോവോ എന്ന് അറിയില്ല. സൺസ്ക്രീൻ ഇട്ടില്ലേ? സൺസ്ക്രീൻ ഇടാൻ പോയേക്കാണ്. അപ്പം നമ്മളിതാ വിനുവിനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. ഡോർ തുറക്കേണ്ട ആള് സൺസ്ക്രീൻ ഇടാൻ പോയി. നമ്മളെല്ലാരും ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് എന്താ ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആവാമോ അല്ലേ? ചേട്ടന് ഇത്തിരി കൂടുതലെന്നാണ് അർജുൻ സന്തോഷ് പറയുന്നത്. നീ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങോ? ആട്ടുണ്ട്. അപ്പം നമ്മൾ സൺഫ്ലവർ ഫാമിലോട്ട് പോവാട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 minutes അത്രയും ദൂരം ഉള്ളൂ കേട്ടോ ഈ ഒരു ഫാമിലോട്ട്. അപ്പം നമ്മളിതാ ഫാമിലോട്ട് എത്തിയിട്ടോ. ഈ ഒരു ഫാമിൻ്റെ പേര് ഹെയ്ലോഫ്റ്റ് എന്നാണ്. ഇവിടെ ഇങ്ങനെ ഓരോ സീസൺ മാറുന്നതനുസരിച്ച് ഓരോ ഇങ്ങനത്തെ ഫാമുകൾ ഇവരിങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം സ്ട്രോബെറി വരുമ്പോൾ സ്ട്രോബെറി ഫാം ആയിരിക്കും, സൺഫ്ലവർ വരുമ്പോൾ സൺഫ്ലവറിൻ്റെ ട്രെയിൽ വരും. പിന്നെ ഒക്ടോബർ ആകുമ്പോഴേക്കും പംകിൻസിൻ്റെ ടൈമാണ്, ഹാലോവീൻ ഉള്ളത് കാരണം. അപ്പോൾ പംകിൻ ഫാം ആയിരിക്കും. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിൽ ക്രിസ്മസ് ട്രീസിൻ്റെ ഫാം ആയിരിക്കും. അങ്ങനെ ഓരോ സീസൺ മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ സൺഫ്ലവർ ഫാമിലോട്ടുള്ള എൻട്രൻസ്. ഈ എൻട്രൻസിന് ഫ്രണ്ടിൽ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് എൻട്രി ഫീ ഒരു 5 pounds ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് സൺഫ്ലവറിൻ്റെ 2 stems വെച്ചിട്ട് പ്ലക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. അത് നന്ദയാണ് അതിന് കണ്ടുപിടിച്ച്. നന്ദ പൂപ്പു യു ക്യാൻ. ഇവിടെ ഒരു മിനിയേച്ചർ റെയിൽവേ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഇവരിങ്ങനെ ഒരു ചെറിയൊരു ട്രെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൺഫ്ലവർ ഫാമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ചുമ്മാ ഒരു റൗണ്ട് അടിപ്പിക്കും. അപ്പോൾ ഇതാട്ടോ ആ ഒരു ട്രെയിൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ പോകുന്ന കാണാനായിട്ട്. കുഞ്ഞു ട്രെയിനാണല്ലോ. അപ്പോൾ പിള്ളേർ ഇരിക്കുന്നുണ്ട്, അവരുടെ പേരൻസും കൂടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ? അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് ആ സ്റ്റാഫ് നമുക്ക് ഒരു ഗെയിമിൻ്റെ ഒരു പേപ്പർ തന്നായിരുന്നു കേട്ടോ. ഇതൊരു സൺഫ്ലവർ ട്രെയിൽ ചലഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ പല സൈഡിലായിട്ട് ലെറ്റേഴ്സൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ലെറ്റേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ സൺഫ്ലവറിനെ പറ്റിയിട്ട് എന്തോ ഒരു ഫ്രേസ് ഉണ്ടാക്കണം. അത് നന്ദയ്ക്കാണ് കറക്റ്റായിട്ട് അറിയുന്നത്. അപ്പം നന്ദ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഈ ഫാമിൽ ഫുൾ ചുറ്റും നടക്കുകയായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അവരിത് മെയിൻലി പിള്ളേരെ ഇങ്ങനെ ചുമ്മാ എൻ്റർടൈൻഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫാം കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൂര്യകാന്തികളുടെയൊക്കെ നടുക്കൊക്കെ ഇങ്ങനെ കുറേ സൂര്യകാന്തികളുടെ നടുക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ വിരന്നിങ്ങനെ നിൽക്കണം കാണാനായിട്ട്. ഈ സൺഫ്ലവറിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരു സാധനം വന്നിരിക്കുന്നുണ്ട്, ഒരു പ്രാണി. തേനീച്ചയാണോ? അപ്പൊ നമ്മളെ കുത്തൂലേ അപ്പൊ ഇത് ഈ സാധനം?
ആവശ്യത്തിനുള്ള കുത്താനുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പം നമുക്കിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആട്ടോ ഈ ഒരു മാസം. അപ്പം ഞങ്ങൾക്ക് അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് എടുത്തു തരാനായിട്ട് ഞങ്ങൾക്ക് അർജുനുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവൻ വന്ന് സെറ്റാക്കി തരും. അപ്പോൾ കുറേ ദിവസം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എവിടെ വെച്ച് എടുക്കും എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സൺഫ്ലവർ ഫാമിൽ വരുന്ന കാരണം ഇന്ന് തന്നെ അത് എടുത്തേക്കാന്ന് ഓർത്തു. നമ്മൾ മറ്റേ സൂര്യകാന്തികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണം. ആ പാട്ടെന്തായിരുന്നു? മഞ്ഞ് പെയ്യണം മഞ്ഞ് പെയ്യണം മനക്കൂടി എന്നിട്ട് നീ ആയിരിക്കും. നന്ദപൂപ്പു ലെറ്റർ ഒന്നും കിട്ടാത്തതിന്റെ വിഷമത്തിലാണ്. ഇവിടുത്തെ ലെറ്റർ അപ്പൊ ഒരു ലെറ്റർ കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ലെറ്റർ കിട്ടാം. നമുക്ക് ഇവരിങ്ങനെ ഒരു ട്രെയിൽ പോലെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം എന്താ നന്ദ ഇവിടെ ഓരോ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള പരിപാടികളാണ്. പ്രൈസ് എന്താ? ഒരു കൗണ്ടിന്റെ ജെല്ലി. അപ്പം നമ്മളിതാ ഈ ഒരു ഫാമിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ഒരുപാട് സൺഫ്ലവേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ നിന്നിട്ട് വേണം നമ്മുടെ ഫോട്ടോഷൂട്ട് നടത്താൻ. അതൊരു പോയിന്റാണ്, എനിക്കുമില്ല. അവന് പേപ്പർ തന്നില്ലേ, ആ പേപ്പറിൽ ഇങ്ങനെ കിട്ടുന്ന ഓരോ ലെറ്റേഴ്സ് എഴുതി പോവും. അവർക്കറിയാലോ ഇവരിവിടെ വെച്ചേക്കുന്ന ലെറ്റർ. ഒരു ഫ്രേസ് എഴുതാൻ പറ്റുന്നുണ്ട്, അസോസിയേറ്റഡ് ടു സമ്മർ ഫ്ലവേഴ്സ്. ഗൈസ് നന്ദനെ കാണാനില്ല. കൂട്ടം തെറ്റി വഴി തെറ്റി പോയി, അക്ഷരങ്ങൾ തപ്പിപ്പോയി. നമ്മളെല്ലാരും അക്ഷരം ഇപ്പൊ കണ്ടുപിടിക്കുന്നു തോന്നുന്നുണ്ട് അടുത്ത ലെറ്റർ. എവിടെ മരത്തിന്റെ സൈഡിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ വരെ നമ്മള് പോയി. ശരി വിളിക്ക് ലെറ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലാ പോരേ അങ്ങനെ ഇറങ്ങാൻ പോയി. ഒരു ലെറ്റർ കിട്ടിയില്ലേ? എവിടം വരെ എത്തി? ഇവിടെ നോക്കട്ടെ. ഒരെണ്ണം കൂടി നന്ദയുടെയും ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ.
അപ്പം നമ്മളിതാ സൺഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമില്ല ഇങ്ങനെ കുറേ സൺഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങളിതാ ഇവിടെ കട്ട പോസിങ്ങളാട്ടോ. മീനു അങ്ങനെ അധികം എൻ്റെ അത്രയും ഫോട്ടോസിനോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടമായതുകൊണ്ട് മീനു അതിന് നിന്നിങ്ങനെ തരുന്നു എന്നുള്ളൂ. എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഫോൺ കിട്ടിയ കാലം തൊട്ട് തന്നെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ മെമ്മറി ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു. ഞാൻ മിക്കതും സ്റ്റോറി ഇടുമായിരുന്നു. പണ്ടൊക്കെ ഞാൻ എല്ലാവരും ഇങ്ങനെ കളിയാക്കിയിരുന്നു, ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ സ്റ്റോറി ഇടുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അത് ലൈക്ക് അതെൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള ഫോട്ടോസ് എടുക്കും, ഞാനത് പോസ്റ്റ് ചെയ്യും. ബിക്കോസ് നമുക്കിഷ്ടമുള്ള കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് കത്രിക തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൺഫ്ലവറിൽ നിന്ന് 2 സ്റ്റെം നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ആ 2 സ്റ്റെം നമ്മൾ കണ്ടുപിടിച്ച് പറിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. പെർ പേഴ്സൺ. അപ്പോൾ നമുക്ക് 4, ഇവർക്ക് 4. കത്രിക വീണ് പിടിച്ചു. സക്സസ്ഫുള്ളി ഒരെണ്ണം കിട്ടിയിരിക്കുന്നു. ഹൈ സെറ്റാ. ഒരു പ്രാണി. അതും കുഴപ്പമില്ല. അത് പറഞ്ഞു കൊടുക്ക. കൊള്ളില്ലേ? അപ്പം നമ്മളിതാ ഇത്രയും സൺഫ്ലവറൊക്കെ പറിച്ചു കേട്ടോ. ഒരാൾക്ക് 2 സ്റ്റെം വെച്ചിട്ടായിരുന്നു. ഒരു സ്റ്റെമ്മിൽ തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരാൾ 2 സ്റ്റെം പറിക്കലൊന്നും നടന്നില്ല. കാരണം അത് പറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നിടത്ത് അത് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതവിടെ അവസാനിപ്പിച്ചു കേട്ടോ. നമ്മൾ ഇവിടുത്തെ സൺഫ്ലവർ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പറിച്ചുകൊണ്ടുവന്ന് ഈ സൺഫ്ലവർ ഞാൻ ഇവിടെ ഒരെണ്ണം വെച്ചു ടി വിയുടെ സൈഡിൽ. പിന്നെ അതുപോലെ ഈ ചാനലിൻ്റെ സൈഡിൽ വെച്ചു. എൻ്റെ കയ്യിൽ വേസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചു. അങ്ങനെ ഇതാ സൺഫ്ലവറൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.